OR കേളുവിനെ മന്ത്രിയാക്കിയിട്ടും CPM വിവാദത്തിൽ. സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാനായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തീരുമാനം. എന്നാൽ ലോക്സഭയിൽ CPM-നുണ്ടായ തിരിച്ചടിയിൽ സീനിയോറിറ്റി പാലിക്കേണ്ടി വന്നു. അങ്ങനെ കേളുവിനെ മന്ത്രിയായി CPM നിശ്ചയിച്ചു. ഇതിനിടെ വകുപ്പുകളിൽ മാറ്റം വന്നു. ഇതാണ് വാദത്തിന് കാരണമാകുന്നത്. മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് പുറമെ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകളും നൽകിയിരുന്നു. എന്നാൽ വയനാട്ടിൽ നിന്ന് ആദ്യമായി ഒരു CPM നേതാവ് മന്ത്രിയാവുകയും അദ്ദേഹം ഗോത്രവിഭാഗത്തിൽ നിന്ന് ആവുകയും ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് നൽകിയ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രമാകുന്നുവെന്നതാണ് വിവാദത്തിന് കാരണം. രാധാകൃഷ്ണന് നൽകിയിരുന്ന വകുപ്പുകൾ കേളുവിന് നൽകാതെ അത് എടുത്തു മാറ്റിയത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിമർശനം. നിയുക്ത മന്ത്രി OR കേളുവിനോട് CPM കാണിച്ചത് വിവേചനമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് M ഗീതാനന്ദൻ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിലാണ്. ദേവസ്വം വകുപ്പ് നൽകാതിരുന്നത് മോശപ്പെട്ട സന്ദേശം നൽകും. തെറ്റുതിരുത്തൽ പാതയിലാണ് ഇടതുപക്ഷ സർക്കാരെങ്കിൽ ഈ തീരുമാനം തിരുത്തപ്പെടണമെന്നും ഗീതാനന്ദൻ പറഞ്ഞു. ഇതിനൊപ്പം BJP വിമർശനവുമായി എത്തി. CPM-ന്റെ തമ്പ്രാൻ നയമാണ് കേളുവിന് വകുപ്പ് നഷ്ടമുണ്ടാക്കുന്നതെന്നാണ് BJP ആരോപണം. ഏതായാലും കേളുവിന് 2 വകുപ്പുകൾ കുറച്ചത് വലിയ തോതിൽ ചർച്ചയാകുന്നുവെന്നതാണ് വസ്തുത. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇടതുമുന്നണി സർക്കാരിൽ ഒരാൾ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകുന്നതെന്ന് ഗീതാനന്ദൻ പറഞ്ഞു. വനിതകളില്ലാത്ത പ്രത്യേക സാഹചര്യത്തിലാണ് UDF ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയത്. OR കേളു അത്ര ജൂനിയറായ ഒരാളല്ല. അദ്ദേഹം മന്ത്രിയാകുമ്പോൾ നിലവിൽ മുൻ മന്ത്രി കെ രാധാകൃഷ്ണന് എന്തെല്ലാം വകുപ്പുകളിലാണോ ചുമതലയുണ്ടായിരുന്നത് അതെല്ലാം നൽകണമായിരുന്നു. ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റിയത് ശരിയായില്ലെന്ന് മാത്രമല്ല, അതിനകത്ത് ഒരു സവർണ പ്രീണനമുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണെന്നും ഗീതാനന്ദൻ പറഞ്ഞു. പരിചയക്കുറവ് കാരണമാകാം തനിക്ക് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം പാർലമെന്ററി വകുപ്പുകൾ നൽകാതിരുന്നതെന്നായിരുന്നു ഇക്കാര്യത്തിൽ OR കേളുവിന്റെ പ്രതികരണം. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗമാണ് രാധാകൃഷ്ണന് പകരം OR കേളുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെയാണ് മന്ത്രിസഭയിൽ OR കേളു പകരക്കാരനായി എത്തിയത്. എന്നാൽ സീനിയോറിറ്റി വാദം പാർട്ടിക്ക് പുറത്താരും അംഗീകരിക്കുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിൽ CPM പുതുമുഖങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. ആദ്യമായി MLA ആയ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത് വകുപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ കേളുവിന് ഭരണപരിചയം ഉണ്ടായിട്ടും ഒരു വകുപ്പ് മാത്രം നൽകുന്നത് ശരിയല്ലെന്നാണ് ഉയരുന്ന വാദം. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല.